ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഹിന്ദു ടോക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 6th ക്ലാസ്സിൻ്റെ ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. സ്റ്റേറ്റ് സിലബസിൻ്റെ ലെസൻ്റെ പേരാണ് മാർച്ച് എന്നാണ് ലെസൻ്റെ പേര്. അതായത് നമ്മുടെ മാർച്ച് മാസം. അത് എഴുതിയിരിക്കുന്നത് വന്നിട്ട് സുശീൽ ശുക്ൽ, അയാളാണ് ഇത് എഴുതിയിരിക്കുന്നത്. സംസ്മരണാത്മക് ലേക്കാണിത്. അപ്പോൾ നമുക്ക് നമ്മുടെ ലെസണിലേക്ക് പോവാം. നിങ്ങൾക്ക് എൻ്റെ वीडियो इष्टपड़ने प्लीज़ लाइक शेयर एंड सब्सक्राइब ചെയ്യാൻ മറക്കണ്ട. मार्च के दिनों हाथों में किताबें और आँखों में नींद रहा करती थी. അതായത് മാർച്ച് മാസത്തിൽ നമ്മുടെ കൈകളിൽ ബുക്സും കണ്ണുകളിൽ ഉറക്കമായിരിക്കും കൂടുതലും ഉണ്ടാവുക. കാരണം മാർച്ച് മാസം ഫൈനൽ എക്സാം, അതായത് ആനുവൽ എക്സാമിൻ്റെ ടൈമാണ്. അപ്പോൾ നമുക്ക് ബുക്സ് എടുത്താൽ തന്നെ ഉറക്കം വരും. അതാ അതിൽ പറയും. ആ മാർച്ച് മാസത്തിൽ നമ്മുടെ കൈകളിൽ എപ്പോഴും ബുക്സും ആയിരിക്കും, കണ്ണുകളിൽ പക്ഷെ എന്തായിരിക്കും, ഉറക്കമായിരിക്കും. ദോ പന്നെ പലടത്തെ ഹി, പലട്ടന പറഞ്ഞാൽ മറക്കുക, അതായത് പേജ് മറക്കുന്നതാണ് പറയുന്നത്. ദോ പന്ന പറഞ്ഞാൽ 2 പേജ് മറച്ച് നോക്കുക. ഹി നീന്ത് കെ ഹാത്ത് ആക്കർ ആँखों पर പൽക്കി കീച്ച് ജാത്തെ. അതായത് നമ്മൾ 2 പേജ് പഠിച്ചിട്ട് ഇങ്ങനെ മറിച്ച് 2 പേജ് പഠിച്ചു കഴിയുമ്പോഴേക്ക് തന്നെ നമ്മുടെ കണ്ണുകളിൽ എന്ത് വരും, ഉറക്കം വന്ന് മൂടിയിട്ടുണ്ടാവും. അതായത് നമ്മുടെ ഉറക്കം വന്നിട്ട് അടച്ചിട്ടുണ്ടാവും, നമ്മുടെ കണ്ണിനിങ്ങനെ അടഞ്ഞു പോകുന്നതാണ് പറയുന്നത്. ഉന്തിനോ അക്സർ യെ സോച്ചത്തെ കി കാശ് ആഖേ ബന്ദ് കിയേ പഠായി ഹോ പാത്തി. ആ സമയങ്ങളിൽ നമ്മൾ ആലോചിക്കാറുണ്ട്, കണ്ണ് അടച്ചു വെച്ച് ഇങ്ങനെ പഠിക്കാൻ പറ്റുമോ എന്നിങ്ങനെ ആലോചിക്കാറുണ്ട്. കാശ് പറഞ്ഞാൽ ഇങ്ങനെ വിചാരിക്കുക, നമ്മൾ ഒരു പക്ഷേ എന്ന് പറയില്ല, അതാണ്. ഉന്തിനോ അക്സർ യെ സോച്ചത്തെ കി കാശ് ആഖേ ബന്ദ് കിയേ പഠായി ഹോ പാത്തി. കണ്ണടച്ചിട്ട് നമുക്ക് പഠിക്കാൻ ആണെങ്കിൽ എത്ര നന്നായി എന്ന് ആലോചിച്ചിട്ടുണ്ട്. തബ് കിतना മസ ആത്ത. അപ്പോൾ എത്ര സന്തോഷമാകും, അപ്പോൾ എത്ര നമുക്ക് നല്ല ഒരു പഠിക്കാൻ നമുക്ക് നല്ലൊരു നന്നായിരിക്കും. അതായത് ആ കണ്ണടച്ചുകൊണ്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് എന്ത് സന്തോഷം ഉണ്ടാവും. സോയെ പടേ രഹത്തെ, അതായത് ഉറങ്ങിയിട്ടേ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഘണ്ടോ പഠനേ മേ ലഗേ രഹത്തെ, അതായത് മണിക്കൂറുകളായിട്ട് ഇനി പഠിച്ചുകൊണ്ടേ ഇരിക്കാമായിരുന്നു. घर वाले जिद करते अब बस करो बहुत पढ़ लिया. വീട്ടുകാർ നമ്മളെ കൊണ്ട് നിർബന്ധിക്കും, മതി ഇനി പഠിച്ചത് എന്ന് നിർബന്ധിക്കുമായിരുന്നു. ഇങ്ങനെ കണ്ണടച്ച് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേ കിടന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പഠിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ വീട്ടുകാർ നമ്മളെ കൊണ്ട് നിർബന്ധിക്കും, നീ മതി പഠിച്ചത്, നീ എടുത്തു വയ്ക്കുമെന്ന് പറയുമായിരുന്നു. ബസ് 1 घंटा और पढ़ ले कहकर हम चादर अपने ऊपर खींच लेते. അപ്പോൾ നമ്മൾ എന്ത് പറയും, ഇനി 1 മണിക്കൂറും കൂടി പഠിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ ബെഡ്ഷീറ്റിനെ മുഖത്തോടെ ഇങ്ങനെ ഇട്ടിട്ട് കിടക്കായിരുന്നു. ഇംതിഹാൻ ഖത്തം ഹോത്തെ തോ നീന്ത് ബി ഗായബ് ഹോ ജാതി. പക്ഷേ എക്സാം കഴിഞ്ഞാലോ എങ്ങനെ കിടന്നാലും നമുക്ക് ഉറക്കം വരില്ല, അതാ പറയുന്നത്. അപ്പോൾ ഇംതിഹാൻ എന്ന് പറഞ്ഞാൽ എക്സാം കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകളിൽ ഉറക്കമില്ല, ഒന്നും വരില്ല, ഉറക്കവും വരാറില്ല. തബ് ദേർ രാത് തക് ജാഗാ കർത്തെ, അതായത് നേരം വൈകിയാലും ഉറക്കം വരാറില്ല, നമ്മളിങ്ങനെ ഉണർന്നുകൊണ്ടേയിരിക്കും. രാത്തോ കെ ആസ്മാൻ താരോ സെ ഭരേ ഹോത്തെ. രാത്രി മുഴുവൻ ആകാശത്തിൽ എന്താണ്, സ്റ്റാർസ് അങ്ങനെ നിറഞ്ഞ് കിടക്കുക, ഫുള്ളായി കിടക്കുന്നുണ്ടാവും ആ സമയങ്ങളിൽ. और रातों की ज़मीन किस्सों कहानियों से, അതായത് ആ രാത്രിയുള്ള ഈ നമ്മുടെ ജമീൻ എന്ന് പറഞ്ഞാൽ ഈ ഭൂമികളോ നല്ല സ്റ്റോറീസും കവിതകളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതെന്താ വെച്ചാൽ പറയണത്, നമ്മുടെ വയസ്സായ ആൾക്കാർ നമുക്കിങ്ങനെ കഥകളൊക്കെ പറഞ്ഞു തരും. ചൂട് കാലമാണ്, അപ്പോൾ നമ്മൾ മെല്ലെ ഉറക്കവും വരില്ല. അപ്പോൾ അത് നമുക്കിങ്ങനെ കഥകളൊക്കെ ഇങ്ങനെ ഈ ജമീൻ, അതായത് ഈ ഭൂമി നമുക്കിങ്ങനെ കഥകളൊക്കെ പറഞ്ഞു തന്നുകൊണ്ടേ ഇരിക്കും. മേരെ ഘർ കെ സാമനെ നീം കാ പേട് താ. എൻ്റെ വീട്ടിന് മുമ്പിൽ ഒരു നീം, അതായത് വേപ്പിൻ്റെ ഒരു മരമുണ്ടായിരുന്നു. ഉസ്കി ആദി ടഹനിയ ഘർ മേ ഗുസി ചലി ആത്തി തി. പക്ഷെ അതിൻ്റെ
പകുതി ബ്രാഞ്ചസ് എവിടെയാണ്? നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലേക്കാണ്. വീട്ടിൻ്റെ അകത്തേക്ക് പകുതി ബ്രാഞ്ചസ് മുഴുവനും നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലേക്കായിരുന്നു അതിൻ്റെ. നീം शरारत की तरफ ज़्यादा फैलता. അതായത് അവർ പറയുന്നത് ഇതിൻ്റെ ചുള്ളിക്കൊമ്പുകളില്ലേ, ആ ചുള്ളിക്കൊമ്പുകളൊക്കെ കൂടുതലായിട്ടും നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലേക്കാണ് വരുന്നത്. ബ്രാഞ്ചസിനെയും കാട്ടി ബ്രാഞ്ചസ് വന്ന് അതിൻ്റെ കൂടെ ഈ ചെറിയ ചെറിയ ചുള്ളിക്കൊമ്പുകൾ അതങ്ങനെ കൂടുതലായിട്ട് വന്നുകൊണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കും. उसकी गिलहरियाँ और കൗവേ घर में बेहिचक ആത്തേ ജാത്തേ രഹത്തെ. അതുള്ളത് കൊണ്ട് എന്താണ്, ആ ചെറിയ ചെറിയ ചുള്ളിക്കൊമ്പ് ഉള്ളത് കൊണ്ട് ഗിലഹറിയ പറഞ്ഞ അണ്ണാക്കുഞ്ചുകളും ഈ കാക്കകളൊക്കെ കൂടുതൽ വന്ന് അതിൻ്റെ ഉള്ളിൽ വന്ന് പോയിക്കൊണ്ടേ ഇരിക്കും. ഹമേ ലഗ്താക്കി ഉൻകാ ഹീ തോ ഘർ ഹേ. നമുക്ക് എന്ത് തോന്നും അപ്പോൾ, ഇത് നമ്മളുടെ അല്ല അവൻ്റെ വീട് തന്നെയാണ്. കാരണം അവരാണ് അതിൻ്റെ ഉള്ളിൽ അത്രയും വന്നു പോയിക്കൊണ്ടേ ഇരിക്കുന്നത്. ജിസ്മേ ഹം രഹനെ ചലേ ആയേ ഹേ. നമുക്ക് എന്ത് തോന്നും, ഇത് അവൻ്റെ വീടാണ്, നമ്മൾ ഇതിൽ താമസിക്കാനായിട്ട് നമ്മൾ കയറി ചെന്നിരിക്കുകയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. മാർച്ച് മേ നീം തലേ ബാറ്റ് കിതാബ് പഠിത്തേ. മാർച്ച് മാസത്തിൽ പക്ഷേ നമ്മൾ എവിടെ ഇരുന്നിട്ടാണ് പഠിക്കുക? നീം അതായത് ആ വേപ്പ് മരത്തിൻ്റെ ചോട്ടിലാണ് നമ്മളിരുന്ന് പഠിക്കുന്നത്. കിതാബേ പഠിത്തേ. നീം കി കോയി പീലി പത്തി കിതാബ് പർ ആ ഗിർത്തി. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പീലി പത്തി പറഞ്ഞാൽ മഞ്ഞ കളറിൻ്റെ ഇല. അപ്പോൾ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഞ്ഞ കളറിൻ്റെ ഇല വന്നിട്ട് നമ്മുടെ ബുക്സിന് മേലെ ഇങ്ങനെ വീഴും. മേ പത്തി കോ ദേഖ്താ രഹത്ത. ഞാൻ ആ ഇല ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ उसके पीले रंग को कोई सवाल मन में आता. उसके पीले रंग को कोई सवाल मन में. ആ മഞ്ഞ കളറിൻ്റെ ഇല കണ്ടിട്ട് മനസ്സിലൊരു ചോദ്യം എങ്ങനെ വരും. क्या पीले रंग के नीचे ज़रूर पत्ती अभी भी हरी होगी. ഈ മഞ്ഞ കളറായല്ലോ ഇല, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് പച്ച കളർ തന്നെ ആയിരിക്കുമോ? കാരണം ഇല പച്ചയായിരുന്നല്ലോ, പിന്നെയല്ലേ മഞ്ഞയായത്. അപ്പോൾ ഇത് മഞ്ഞ എങ്ങനെയായി? അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പച്ച കളർ ഉണ്ടാകുമായിരിക്കും എന്ന് തോന്നാറുണ്ട്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിൽ വരാറുണ്ട്. കബി ലഗ്ത ഷായദ് ഹറാ റംഗ് ഹി പീലേ മേ ബദൽ ഗയ. പക്ഷേ ചിലപ്പോൾ എന്ത് തോന്നും, പച്ച കളറിനെ മഞ്ഞയായി മാറിയതാണെന്നും തോന്നും. പത്തി പീലി ഹോ ഗയി ഇസ്ലിയെ ഗിരി യാ ഉസേ ഗിർ ജാന ഹെ. മഞ്ഞ ആയതുകൊണ്ട് വീണതാണോ അതോ മഞ്ഞയായിട്ട് വീണതാണോ? ഇസ്ലിയെ പീലി ഹോ ഗയി വീഴാനായിട്ട് മഞ്ഞയായതാണോ? മാർച്ച് കെ ഹവായെ പന്നു കെ ദർവാസെ ഫടഫടാ ദേത്തി. അതായത് മാർച്ച് കെ ഹവായെ വന്നെ കാറ്റ്. മാർച്ചത്തെ കാറ്റ് വന്നിട്ട് നമ്മുടെ പഠിക്കുന്ന ബുക്സിൻ്റെ പേജിന് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കും. അതാണ് ഫടഫടാ ദേത്തി. അതായത് ഫടഫട അങ്ങനെ സൗണ്ട് ഇല്ല, ആ സൗണ്ട് ഉണ്ടാക്കി വിടും. ഹം ഉൻഹെ ज़्यादा इंतज़ार ना करवाते और पत्ती को उन जल्दबाज हवाओं के हवाले कर देते. നമ്മൾ ഒരുപാട് ശല്യപ്പെടുത്താണ്ട് ആ കാറ്റിൽ എന്ത് കാട്ടും, ആ മഞ്ഞ കളറിൻ്റെ എല്ലാം ഇങ്ങനെ പറപ്പിച്ച് വിടും. അതായത് ഇങ്ങനെ ഈ കാറ്റിൽ തന്നെ വിട്ടാക്കും. ബുക്സിനിങ്ങനെ ഫടഫടാന്ന് പറയുമല്ലോ, ബുക്സും ഈ ഇലയൊക്കെ. അപ്പോൾ ആ കാറ്റിൽ തന്നെ നമ്മൾ ഈ എലിനെയും ഇങ്ങനെ പറപ്പിച്ച് വിടും. വേ പത്തി को अपनी डाली में ढककर रफू चक्कर हो जाती. वे पत्ती को अपने डाली में ढक्कर പറഞ്ഞാൽ മൂടി വയ്ക്കുക. റഫു ചക്കർ പറഞ്ഞാൽ ഒരു മിനിറ്റ് ഇങ്ങനെ പുകിലേ, പെട്ടെന്ന് ഇങ്ങനെ അവിടുന്ന് എസ്കേപ്പ് ആകില്ല, അതാണ് റഫു ചക്കർ. അവിടുന്ന് പെട്ടെന്ന് ഇങ്ങനെ കാണാണ്ടാവും. ഈ കാറ്റത്ത് ഇങ്ങനെ വിടുമ്പോൾ തന്നെ അത് പെട്ടെന്ന് ഇങ്ങനെ കാണാണ്ടാവും. മാർച്ച് അപ്നെ പലാഷ് മേ ഗും യാ സബ് കുച്ച് ദേഖ്താ രഹത്ത. മാർച്ച് മാസം ഇതെല്ലാം അവനവൻ്റെ സന്തോഷത്തോടെ മാർച്ച് മാസം ഇതൊക്കെ കണ്ടുകൊണ്ടേ ഇരിക്കും. മാർച്ച് മാസം ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കും. പത്തി പീലി ഹോ ഗയി ഇസ്ലിയെ ഗിരി യാ ഉസേ ഗിർ ജാനാ ഹെ ഇസ്ലിയെ പീലി ഹോ ഗയി. ക്വസ്റ്റ്യനാണത്. അതായത് മഞ്ഞ ഇലയില്ലേ, മഞ്ഞയായതാണോ അതോ മഞ്ഞയായിട്ട് വീണതാണോ നമ്മൾ നേരത്തെ വെച്ചില്ല, അതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ
ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.